ഞാൻ ഒരു സത്യം പറഞ്ഞു തുടങ്ങാം. വെയിറ്റ് കുറയാൻ പോകുന്നില്ല. നിങ്ങൾ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വെയിറ്റല്ല. പക്ഷെ നിങ്ങൾ ഉയർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഭാരമുണ്ടല്ലോ, അത് കുറയാൻ പോകുന്നില്ല. ജിമ്മ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അത് തന്നെ. 2.5 കിലോയുടെ ഡമ്പൽ എന്നും 2.5 കിലോ തന്നെയായിരിക്കും. 25 കിലോയുടെ ഡമ്പൽ എന്നും 25 തന്നെയായിരിക്കും. അതിന്റെ ഭാരം കുറയാൻ പോകുന്നില്ല. നിങ്ങൾ ശക്തരാകുകയാണ്. വെൽക്കം ബാക്ക് ടു ബ്രിൻടോ ദ എൻസോ. ലൈഫിലെ ഇംപെർഫെക്ഷൻസിലൂടെ എങ്ങനെ മുന്നോട്ട് പോകാം, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒരുപക്ഷെ ജിമ്മിൽ പോയിട്ടുള്ള എല്ലാവരും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. അതായത് ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓ, ആ വെയിറ്റൊക്കെ ആര് പൊക്കാനാ എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ആ വെയിറ്റൊക്കെ ഞാൻ പൊക്കി കാണിക്കാം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് തുടങ്ങിയപ്പോൾ നമ്മൾ പേടിച്ചിരുന്ന ആ ഭാരം പതിയെ പതിയെ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാനുള്ള ധൈര്യമായി, പിന്നീട് അതെടുത്ത് ഉയർത്താനുള്ള ധൈര്യമായി. ഞാൻ ജിമ്മിൽ ചേരുമ്പോൾ അന്ന് നമ്മൾ ജിമ്മിലെ പ്ലേറ്റിൻ്റെ എണ്ണം വെച്ചാൽ, അതായത് ഡമ്പലിൽ ഓരോ പ്ലേറ്റ് ആയിട്ടായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലേറ്റിൻ്റെ എണ്ണം വെച്ചാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. അതായത് ചെറിയ പ്ലേറ്റിൻ്റെ ഡമ്പൽ, 1 പ്ലേറ്റിൻ്റെ ഡമ്പൽ, 2 പ്ലേറ്റിൻ്റെ ഡമ്പൽ, അങ്ങനെ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അതായത് 3 പ്ലേറ്റിൻ്റെ ഡമ്പലൊക്കെ എന്തെങ്കിലും പൊക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം. കാരണം നമ്മൾ തുടങ്ങുമ്പോൾ പകുതി പ്ലേറ്റിൻ്റെ ചെറിയ ഡമ്പൽ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെടുത്ത് പൊക്കാൻ തന്നെ പാടുപെടുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ വലിയ പ്ലേറ്റിൻ്റെ ഡമ്പലൊക്കെ എന്ന് പൊക്കാനാണ് എന്നൊരു കോൺസ്റ്റൻറ്റ് സെൽഫ് ഡൗട്ട് നമുക്കുണ്ടാവും. പക്ഷേ എല്ലാ ദിവസവും ആ ജിമ്മിൻ്റെ ഡോർ കയറി ഇറങ്ങി ഓരോ ദിവസവും പരിശ്രമിച്ച് ഒരു നാൾ അത് പൊക്കാൻ കഴിയും. നമ്മുടെ ലൈഫിനെ പറ്റി ജിമ്മ് പഠിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാകും. നമ്മൾ സംശയിക്കും, നമ്മളെ കൊണ്ട് ഇതൊക്കെ കഴിയുമോ ഇല്ലയോ, നമ്മൾ കണ്ട് പേടിക്കുന്ന കാര്യങ്ങളുണ്ടാവും. പക്ഷേ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്ന, എല്ലാ ദിവസവും പോയി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതല്ലേ, നിരന്തരം നമ്മളെ ബെറ്റർ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു നാൾ അത് ഉറപ്പായും കഴിയും. അതാണ് ജിമ്മ് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അതായത് ഈ വെയിറ്റ് ഒരിക്കലും ലൈറ്റ് ആകുന്നില്ല. അതായത് അതിൻ്റെ വെയിറ്റ് കുറയുന്നില്ല, നമ്മളുടെ ശക്തിയാണ് കൂടുന്നത്. അത് തന്നെ. അപ്പോൾ നമ്മൾ ഈ ലൈഫിനെ ബന്ധപ്പെടുത്തി ജിമ്മിലേക്ക് നോക്കുകയാണെങ്കിൽ, ജിമ്മ് നമ്മൾ ഒരുപാടധികം ലൈഫ് ലെസൺസ് തരുന്ന ഒന്നാണ് ജിമ്മ്. അതായത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ കുറയുന്നില്ല, നമ്മൾ ബെറ്റർ ആവുകയാണ്. നേരത്തെ കണ്ട് പേടിച്ചിരുന്ന ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ നമ്മൾ വളരുകയാണ്. ആ വളർച്ച ഉണ്ടാകുന്നത് പരിശ്രമത്തിലൂടെയാണ്. അതായത് പരിശ്രമം എന്ന് പറഞ്ഞാൽ റെസിലിയൻസ് എന്ന് വേണം പറയാൻ. ഇംഗ്ലീഷിലെ മലയാളം വാക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് നിരന്തരമായ പരിശ്രമം. നമ്മളെ കൊണ്ടത് പറ്റില്ല, നമ്മൾ തോറ്റുപോകും എന്നിരുന്നാലും വീണ്ടും വീണ്ടും ശ്രമിക്കാനുള്ള ഒരു ധൈര്യം അത് മനസ്സിലുണ്ടാവണം. ഞാൻ ഈ അടുത്ത് ബ്രയൻ ട്രേസിയുടെ അഡ്വാൻസ് സെല്ലിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന ഒന്നാണ്, ഈ ധൈര്യം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, തുടങ്ങാനുള്ള ഒരു ധൈര്യം, അതായത് ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ളത് ആണ് ആ ധൈര്യത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ആ ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ റെഡിയായി ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. 2, മുന്നോട്ട് നമുക്ക് എന്തെന്നറിയാത്തപ്പോഴും നിരന്തരമായി പരിശ്രമിക്കാനുള്ളൊരു മനസ്സ്, അതാണ് ധൈര്യം. ജിമ്മിലും അതുപോലെ തന്നെ. 1, നമ്മളവിടെ എത്തിപ്പെടണം, തുടങ്ങാനുള്ള ഒരു ധൈര്യം കാണിക്കണം. 2, എന്നാകും എപ്പോഴാകും അതൊന്നും നമുക്കറിയില്ല. പക്ഷേ മുന്നിലേക്കൊന്നും കാണാത്തപ്പോൾ പോലും ഒരു കറക്റ്റ് വഴിയോ നമുക്ക് എവിടെയാണ് ഒരു എൻഡ് പോയിൻ്റോ ഒന്നും കാണാത്തിടത്ത് പോലും അടുത്ത വളവ് എവിടെയാണെന്ന് അറിയാതെ നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെ മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം നമ്മൾ കാണിക്കണം. ഈ പോകുന്ന വഴിയെ എല്ലാം നേരെ വളരെ എളുപ്പമായിരിക്കും, ഒരു കാര്യം നേരെ ചെയ്താൽ മതി, അങ്ങനെയല്ല. നമുക്ക് തന്നെ അറിയാം ജിമ്മിൽ സ്ഥിരമായി പോകുന്നവരാണെങ്കിൽ. കാരണം നമ്മളുടെ പ്രോഗ്രസ് നേരെ ലീനിയർ അല്ല. നമ്മൾ ഒന്ന് ബെറ്ററാവും, പിന്നെ അതിൽ നിന്ന് താഴെ പോവും, പിന്നെ അതിനേക്കാൾ അധികം ബെറ്ററാവും, പിന്നെയും താഴെ പോവും. അങ്ങനെ ഒരു നോൺ ലീനിയർ പാത്താണ്. അപ്പോൾ ആ വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചലഞ്ചസിനെയൊക്കെ ഫേസ് ചെയ്യാൻ നമ്മുടെ ലൈഫിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാണ് ജിമ്മ്. അതായത് നമ്മളുടെ ജിമ്മിലെ പ്രോഗ്രസ് തന്നെ ഇങ്ങനെയായിരിക്കും, ലൈഫിലും അങ്ങനെ തന്നെയായിരിക്കും. അൺഎക്സ്പെക്റ്റഡ് ചാലഞ്ചസ് ഉണ്ടാകും, പക്ഷേ മുന്നോട്ട് പോയേ തീരൂ. അപ്പോൾ ഈ പറയുന്നതിന് നമ്മൾ സിമ്പിളായിട്ട് ഒരു വാക്കെടുത്ത് വിളിക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻസി. ഇത് സിമ്പിളാണ്, പക്ഷേ എക്സിക്യൂഷനിൽ ഭയങ്കര പാടാണ്. അതായത് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നിരന്തരം എന്നല്ല, നിരന്തരം എന്നതിലാണ് അർത്ഥം. അതായത് നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിക്ക് ഇടയ്ക്കൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റാൻ നമ്മളൊന്ന് പുറകിൽ ആയി പോയേക്കാം. പക്ഷേ അതിനർത്ഥം വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുക്കണമെന്നല്ല അതിനർത്ഥം. നിരന്തരമായി വീണെടുത്ത് നിന്ന് വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് പോകാനുള്ള ധൈര്യം, നിരന്തരമായ പരിശ്രമം, കൺസിസ്റ്റൻസി, അതാണ് ജിമ്മ് നമ്മളെ പഠിപ്പിച്ചു തരുന്ന മറ്റൊരു പാഠം. ഇത് ജിമ്മിൽ സ്ഥിരമായി പോകുന്നവർ പോലും അംഗീകരിക്കുന്ന, എല്ലാ ദിവസവും നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയോ ഒരു എനർജിയോ ഒന്നും ഉണ്ടാവില്ല. സ്റ്റിൽ പറ്റുന്നത് പോലെയെങ്കിലും ഷോ അപ്പ് ചെയ്യുക. ജിമ്മിൽ ഷോ അപ്പ് ചെയ്യുന്ന അതേ മനസ്സോടെ ലൈഫിലും ഷോ അപ്പ് ചെയ്യുക. തളർന്നാണെങ്കിലും പേടിച്ചാണെങ്കിലും എനർജിയോടെ ആണെങ്കിലും എവ്രി ടൈം
ഷോ അപ്പ്. പിന്നെ ഭൂരിഭാഗം ആളുകളും ഷോർട്ട് കട്ട്സ്, ടിപ്സ് ഇതൊക്കെ ഇതിൻ്റെ പുറകെയാണ് ഓടുന്നത്. അതായത് എത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ എത്താം എന്നുള്ള. അതിൽ മനസ്സിലാക്കേണ്ട ഒരു കെണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷോർട്ട് കട്ട്സ് ഒക്കെ തന്നെ ഒടുവിൽ നിങ്ങളെ ഒരുപക്ഷെ ലോങ് ട്രിപ്പിലേക്ക് കൊണ്ടുപോകും. അതായത് പെട്ടെന്നൊരു ഫിക്സ് ഉണ്ടായേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് വരുന്ന ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ ഈ ടിപ്സ് ഒന്നും ഹെൽപ്ഫുൾ ആവണമെന്നില്ല. അതിന് നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം എപ്പോഴും ആ ലോങ് റോഡിലൂടെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം സ്ഥിരമായി വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അയാൾ പെട്ടെന്ന് ഒരു ഡയറ്റിൽ നിന്നൊന്ന് താഴെ പോവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം വെച്ച് ഒരു 1 വീക്ക് എടുത്തൊന്നും വർക്കൗട്ട് ചെയ്യാനോ ഒന്നും പറ്റിയില്ലെങ്കിൽ അയാൾക്കറിയാം 1 വീക്ക് പറ്റിയില്ല ശരി എന്നും വെച്ച് ഞാൻ ഈ ബാക്കിയുള്ള എൻ്റെ ഈ മാസങ്ങൾ കളയേണ്ട കാര്യമില്ല. അവിടെയാണ് പലർക്കും പറ്റുന്ന ഒരു തെറ്റ്. അതായത് അവരുടെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് അവർ തുടങ്ങി വന്നിട്ട് അതായത് എൻ്റെ ഈ 2 ദിവസത്തെ ഡയറ്റ് തെറ്റി അല്ലെങ്കിൽ ഒരു 3 ദിവസത്തെ ഡയറ്റ് തെറ്റിയെന്ന് വെച്ചാൽ ടോട്ടലി അതിനെ ഉപേക്ഷിക്കും. ഇനി ചെയ്തിട്ട് കാര്യമില്ല. അതായത് കഴിഞ്ഞ 3 മാസത്തോളമായിട്ട് കൃത്യമായ ഡയറ്റും കാര്യങ്ങളും നോക്കി വന്ന ഒരു വ്യക്തി ഒരു 2 ദിവസത്തെ തെറ്റ് പറ്റിയെന്നും പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കുക. ഈ കൺസിസ്റ്റൻസിയെ നിങ്ങൾ തെറ്റായി ധരിക്കരുത്. ആ 2 ദിവസം പോയെങ്കിലും ബാക്കിയുള്ള ദിവസങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്നല്ല, നിരന്തരം എന്നതാണ് അതിനർത്ഥം. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിന്ന് ഒരു കാര്യം കൂടി മനസ്സിലായിട്ടുണ്ടാവും. സ്ട്രെങ്ത് അതായത് ബലം, ശക്തി എന്നൊക്കെ പറയാവുന്ന നമ്മുടെ മനസ്സിൻ്റെ ആണെങ്കിലും ശരീരത്തിൻ്റെ ആണെങ്കിലും അത് ബിൽഡ് ചെയ്യുന്നത് ഈ സ്ട്രഗിൾസിലൂടെ, ഈ ചാലഞ്ചസിലൂടെയാണ്. ഈ വരുന്ന ഓരോ ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മൾ ബെറ്റർ ആകുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഓടി മറിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും സ്ട്രോങ് ആകാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്ട്രെങ്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. അതായത് ജിം നമ്മളെ പഠിപ്പിക്കുന്നത് ഫിസിക്കൽ മാത്രമല്ല, മെൻ്റലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ലൈഫിലെ ചാലഞ്ചസ് വരും. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല പോകുന്നത്. പല ആവർത്തി നമ്മൾ തോറ്റുപോകും. എങ്കിലും ഡോണ്ട് ഗിവ് അപ്പ്. മുന്നോട്ട് വീണ്ടും പോയാൽ ഉറപ്പായിട്ടും നമുക്ക് അവിടെ എത്താൻ പറ്റും. പക്ഷെ നമ്മൾ ഗിവ് അപ്പ് ചെയ്താൽ ഒരിക്കലും എത്താൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളെ ലൈഫ് പഠിപ്പിക്കുന്ന ഒന്നാണ് ജിം. ജിം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മസിൽസ് മാത്രം ബിൽഡ് ചെയ്യാനല്ല, നിങ്ങളുടെ മൈൻഡ് സെറ്റും കൂടെ ബിൽഡ് ചെയ്യാനായിട്ട് ജിമ്മിലേക്ക് പോവുക. അങ്ങനെ ജിം ബേസ് ചെയ്ത് മൈൻഡ് സെറ്റ് ബേസ് ചെയ്ത് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട് ചേർത്തലയോ അതിൻ്റെ പരിസരത്തോ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഫ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ജിമ്മിലേക്ക് പോയി മൈൻഡ് സെറ്റിനെ നിങ്ങൾക്ക് തുടർന്നുകൊണ്ട് പോകാൻ ഇനി ഒരിക്കലും ബുദ്ധിമുട്ട് വരില്ല എന്ന് ഞാൻ ഉറപ്പ് വരും. ഇനി അടുത്ത തവണ നിങ്ങൾ വെയിറ്റ് കൈകൊണ്ട് തൊടുമ്പോൾ വെയിറ്റ് കുറഞ്ഞിരുന്നെങ്കിൽ എന്നല്ല, നിങ്ങൾ ശക്തരായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും. അപ്പോൾ നമ്മുടെ പരിസരത്ത് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ കണ്ടൻറ്റ്സ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ട്രെയിനിങ് റിലേറ്റഡ് എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രിൻറ്റോ വൈഫ് ഫിറ്റ്നസ് എന്ന ഇൻസ്റ്റാഗ്രാമിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.